ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രസവരക്ഷാ സമയത്തും ഞാറ്റുവേലയിലും മാത്രമല്ല മറ്റെല്ലാ സമയത്തും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ ജീരകക്കോഴിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ജീരകക്കോഴി ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഉരുളിയിൽ വെച്ചിട്ടാണ്. അത് അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 500 ഗ്രാം ചുവന്നുള്ളി നന്നാക്കിയത് കഴുകി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിത് മുറിച്ചിട്ടൊന്നുമില്ല, അതേപോലെ തന്നെയാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വെളിച്ചെണ്ണേൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി വാടുകയൊന്നും വേണ്ട കേട്ടോ. പിന്നെ ആ ചുവന്നുള്ളിയിലേക്ക് 2-3 ഉണ്ട വെളുത്തുള്ളി നന്നാക്കിയതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഇത് 3ഉം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ആ ഉള്ളിയിലേക്ക് 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇവിടെ നാടൻ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നാക്കിയതിന് ശേഷം ഒന്ന് ചെറുതായി മുറിച്ചിട്ട് കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇതും ഈ ചുവന്നുള്ളീൻ്റെ കൂടെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കണം. ഒരു മുഴുവൻ തേങ്ങയുടെ 2 ടൈപ്പ് പാലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. 1ാം പാലും 2ാം പാലും. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ 2ാം പാല് ചേർത്ത് കൊടുക്കണം. 1ാം പാല് ഞാൻ ലാസ്റ്റ് സ്റ്റേജിലാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി 2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിക്കേണ്ട, ഒരു തരിതരിപ്പായിട്ടുള്ള പൊടിയാണ് വേണ്ടത്. ഈ ചിക്കന് വേവുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി തുറന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് പോകുമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, ഒരു 1/4 ഭാഗം ഈ ചിക്കന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്നും മുറിക്കാതല്ല ഇട്ടത്. അതൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞെടുത്തിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇതിന് 1/4 വേവായിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച പൊടികൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെയാണ് കുറേശ്ശായിട്ടാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചെറിയ ജീരകവും ഈ കുരുമുളകിൻ്റെ പൊടിയും കൂടി കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ ചെയ്തത്. ഇപ്പോൾ ഇതാ ഞാൻ മൂടി തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ല, കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. ഈ സ്റ്റേജ് ആയപ്പോൾ തന്നെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിക്കാനായിട്ട് കുറച്ച് നേരം കൂടി നമുക്ക് വേവിച്ചെടുക്കണം. ഇത്രയും സമയം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ ഈ ചിക്കൻ വേവിച്ചെടുത്തത്. ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ ഈ ചിക്കൻ വേവൂല, നാടൻ ചിക്കനല്ലേ. ഇപ്പോൾ കണ്ടോ, നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നാടൻ ചിക്കൻ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു മണവുമാണ് ഈ ചിക്കന്. വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ 1ാം പാല് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങാപ്പാല് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മുഴുവനായിട്ടും ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒന്ന് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. 1ാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ തിളയ്ക്കരുത്. ഇനി ഇത് അടുപ്പത്ത് കിടന്നിട്ട് ഒന്ന് ചൂടായിക്കോട്ടെ. നമ്മളിപ്പോൾ വെള്ളം കൂടിയ പോലെ തോന്നില്ലേ, അത് തണുത്ത് വരുമ്പോൾ ഇതിനൊക്കെ സെറ്റായിട്ടുണ്ടാവും. ഇത് ചപ്പാത്തിൻ്റെ കൂടായാലും പത്തിരിൻ്റെ കൂടായാലും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ജീരകക്കോഴി. ഈ ജീരകക്കോഴി നമ്മുടെ ഹെൽത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. എപ്പോഴെങ്കിലും വല്ലപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. Thanks for watching.